ഞങ്ങൾക്ക് ഈ മഴയൊന്നും ചെറുപ്പത്തിലൊരു പ്രശ്നേ അല്ല. ഞങ്ങൾ രാവിലെ കമ്പിളിയും കൂട്ടിയിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ 5-6 പോത്തും എരുമയും ഐറ്റങ്ങളെ വയറ് നിറച്ച് അതികളെ കുളിപ്പിച്ച് വൈകുന്നേരം ആകുമ്പോൾ തൊഴുത്ത് കൊടുന്ന് കെട്ടണം. അതികളെ വയറ് കുറച്ച് ഫുള്ളാകൽ കുറവാണെങ്കിൽ അന്ന് ഞങ്ങൾക്ക് അടിയാണ്. ആചരണം ആഴ്ച അത്ര ഇതില്ല. ഓല് പഠിക്കാനൊക്കെ പോയി. കൂടുതലും ഞാനാ പോത്തിന് ആടിന് ഇതിന് മേക്കണ ആള്. എരുമന് അതിനെ കൊണ്ടെന്ന് തോത്ത് ആടുജീവിതം പറഞ്ഞൊരു പോത്ത് ജീവിതമായിരുന്നു. ആട് പിന്നെ നമ്മളുണ്ടായിട്ടാണ് ഈ ഉണ്ടായതിൻ്റെ ശേഷം ആടിനതാക്കിയത്. അതിൻ്റെ മുമ്പൊക്കെ പോത്തും പശുവായിരുന്നു. പോത്താ കൂടുതൽ. ഈ കൊല്ലം ഒരു ചെറിയ ഒരു 4-5 പോത്തിനെ വാങ്ങിയിട്ടാൽ 6-7 മാസം ആകുമ്പോഴത്തേന് വലിയതാക്കി അതിനെ വെക്കും. അതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അതേപോലെ 4 എണ്ണത്തിന് അങ്ങോട്ട് കൊണ്ടുപോകും. വലുതിനെ അങ്ങോട്ട് കൊണ്ടുപോകും, ചെറുതിനെ അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെയാണ് ഉപ്പ. എന്നിട്ട് അതിനെ കൊണ്ടുവന്ന് ഈ തൊഴുത്ത് കയറ്റിയിട്ട് അതിൻ്റെ തുടച്ച് ഉണക്കണം. അതിനായിട്ടുണ്ടാവും തൊഴുത്തിൽ ഇങ്ങനെ തുണി ആറിയിട്ടിട്ട് അതിനൊക്കെ തുടച്ച് ഉണക്കി എന്നിട്ട് വേണം ഞങ്ങൾക്ക് കുളിച്ചകത്ത് തരാൻ. അത് കുളിക്കലെങ്ങനെ വലിയ ഇവിടുന്ന് ഇതേപോലെ ബാത്റൂമും ഇതൊന്നുമല്ല. ആ തൊഴുത്ത് ഇവിടെ പോയി തോട്ടിൽ പോയി നല്ല കലങ്ങിയ വെള്ളത്തിൽ പോയി ഒന്ന് മുങ്ങി വരും. അന്നൊന്ന് തോട്ടിൽ നിന്നാണല്ലോ കുളിക്കുക, വീട്ടിൽ നിന്നൊന്നല്ല. അന്നൊന്നും ബാത്റൂമിൽ കുളിയേ ഇല്ല.